പുരുഷങ്കന്മാരെ കടന്നു വരൂ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്തെന്നറിയോ? 80-85-100 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു അപ്പൂപ്പനെ കാണാൻ പോവാ. ഞാൻ ഇന്നേ വരെ ഈ അപ്പൂപ്പനെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്തുള്ള കല്ലേരിയിലാണ് ഈ അപ്പൂപ്പൻ സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയി കാണാം. അച്ഛനെയും കൊച്ചനെയും അൻവിയും അച്ഛമ്മയും എല്ലാവരും കൂടി വന്നതാണ് ഇവിടെ. കോന്നിയിൽ ഫോറസ്റ്റിന് കീഴിൽ വരുന്ന ഒരു പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ ഈ കാവ് ഒരു കാട്ടിനുള്ളിലാണ്. റോഡ് നിരപ്പിൽ നിന്ന് കുറച്ച് താഴ്ചയിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വേണം നമുക്ക് കാവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. സാധാരണ അമ്പലങ്ങളിൽ നിന്ന് തികച്ചും ഒരു പ്രത്യേകത ഇതിനുണ്ട്. പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു പുരാതനമായ കാവാണിത്. ഒരു വശം അച്ചൻകോവിൽ ആറും മറുവശം അച്ചൻകോവിൽ കാടുകളുമാണ് ഇവിടെ. അതെല്ലാം നടക്കും. സ്വസ്ഥവും സമാധാനവും ശാന്തവുമായിട്ട് സമയം എടുത്ത് വേണം പ്രാർത്ഥിക്കാൻ. ഓടിപ്പോരുത്. നട ഇതാണെങ്കിൽ ഇവിടെ ദൂരെ പോയി നിൽക്കരുത്. അടുത്ത് ചേർന്ന് നിൽക്കണം. നമ്മളും പ്രകൃതി ഒന്നാവണം. അടുത്തേക്കുമ്പോൾ നമ്മളും പ്രകൃതി ഒന്നാവണം. ഈ കാല് നന്നായിട്ട് ഈ ഭൂമിയിൽ ചവിട്ടി ഉറപ്പിച്ച് ശരീരത്തിന് പരമാവധി ബലം കൊടുത്ത് തലയുയർത്തി കണ്ണ് തുറന്നു വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. പല ആൾക്കാരും ദേവാലയങ്ങളിൽ ചെന്നിട്ട് ഒറ്റ കണ്ണടപ്പോ എന്തിനാ പോന്നു? കണ്ണ് തന്നത് ഈ പ്രകൃതിയെ കാണാനും പ്രപഞ്ച സത്യങ്ങളെ കാണാനും കണ്ണുകൊണ്ട് നേരിട്ടാണ് സത്യം അറിയുന്നത്, അല്ലേ? നമ്മൾ നേരിട്ട് കാണുന്ന മാത്രമാണ് സത്യം. നമ്മുടെ ചെവി കൊണ്ട് നേരിട്ട് കേൾക്കുന്നതാണ് സത്യം, അല്ലേ? അല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണെന്നില്ല, അല്ലേ? അപ്പൊ നമ്മളെല്ലാം സത്യവും, അല്ലേ? നേരിട്ട് കണ്ടു, നേരിട്ട് സംസാരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് എല്ലാ നടയിലും ശബ്ദം ഉയർത്തി വേണം പ്രാർത്ഥിക്കാൻ. 100,000 വിഷയം പറഞ്ഞാൽ ഒന്നും അനുകൂലമാവില്ല കേട്ടോ. 1, 2, 3 വിഷയം നമ്മൾ തന്നെ ആലോചിക്കുന്ന ഏതാ പറയേണ്ടത്. അത് ഈ പാതാളവും ഭൂമി ആകാശവും കേൾക്കത്തക്ക രീതിയിൽ വേണം പ്രാർത്ഥിക്കാൻ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. മനസ്സിൽ പറഞ്ഞിട്ട് തുന്തനിക്കുന്ന കാര്യം കണ്ണ് തുറന്നു വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. ആ ദീപനാളങ്ങളെ നോക്കി വേണം പ്രാർത്ഥിക്കാൻ. രൂപങ്ങളും ഭാവങ്ങളും മാറുന്നേ ഉള്ളൂ. ദൈവമാണ് സത്യം കേട്ടോ. ഈ പ്രപഞ്ച സത്യങ്ങളും പ്രകൃതി സത്യങ്ങളും നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള അമ്മാവന്മാരും അപ്പൂമാരും എല്ലാം നമ്മുടെ വിഷയം കേൾക്കണം. കേട്ടാലേ പരിഹാരമാകും കേട്ടോ. അത് കല്ലേരി അപ്പൂവനാണ്. അപ്പൂവനെ പ്രാർത്ഥിച്ചിട്ട് വലം വെച്ച് ഈ നടയിൽ വരും. എല്ലാ നടയിലും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 1-2 കാര്യം ആദ്യം പറയണം. നമ്മുടെ വിഷയങ്ങൾ പെട്ടയച്ചു വിടരുത്. 1-2 കാര്യം പറഞ്ഞിട്ട് നമ്മൾ കാര്യം പറയുന്നത്. പോയിട്ട് വന്നവര് എണ്ണ തിരി കർപ്പൂരം തലക്കൊഴിഞ്ഞ കൊട്ട വെക്കണം. പോയിട്ട് വന്നു. ഞാനൊരു ആവശ്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ പ്രകൃതി എന്നെ ഒന്ന് കേൾക്കണേന്ന് ആദ്യം പറയണം. ആഭിചാരദോഷം, കണ്ണും ദോഷം, പ്രാക്കുദോഷം, ശത്രുദോഷം ഒന്നും മാറ്റിത്താണ്. എന്നിട്ട് അഭിഷേകം പറയാം. അല്ല നമ്മുടെ വിഷയം ആദ്യം തന്നെ കെട്ടയച്ചിട്ടാൽ ഒരു പ്രകൃതി കേൾക്കത്തില്ല. അവരോടൊരു അപേക്ഷ വെച്ചിട്ടേ പറയും. ഞാനൊരു ആവശ്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ പ്രകൃതി എന്നെ ഒന്ന് കേൾക്കണം. അത് ആദ്യം എല്ലാ നടയിലും അങ്ങനെ പറയണം. ആഭിചാരദോഷം, കണ്ണും ദോഷം, പ്രാക്കുദോഷം, ശത്രുദോഷം ഒന്നും മാറ്റി തരണേന്ന് പറഞ്ഞിട്ടേ നമ്മുടെ വിഷയം പറയാവൂ കേട്ടോ. അപ്പൂപ്പനും അമ്മൂമ്മയും പ്രകൃതി ശക്തികളും എല്ലാം നിൽക്കുക തൊഴിലിട്ട്. ആ മാമന്റെ വാക്കുകൾ പോലെ പ്രകൃതിയും നമ്മളും ഒന്നായി തീരണം. കണ്ണുകൾ തുറന്നുകൊണ്ട് തന്നെ അപ്പൂപ്പൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയണം. നമുക്കെല്ലാം ഒരു 100,000 കാര്യങ്ങൾ കാണും പറയാൻ. എന്നാൽ നമുക്ക് വേണ്ട ഒരു 2-3 കാര്യങ്ങൾ അപ്പൂപ്പൻ്റെ അടുത്ത് പറയുക. കുരങ്ങന്മാരെ കാണിക്കാൻ വേണ്ടി അന്വി ഇപ്പോൾ എന്നെ കൈയും പിടിച്ച് കൊണ്ടുപോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവനിതെല്ലാം കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. ഹായ്, എങ്ങനെയുണ്ട് അമ്പലം? എങ്ങനെയുണ്ട് അമ്പലം? സൂപ്പർ. അമ്പലം ഇതിൽ നോക്കി പറ. അമ്പലം എങ്ങനെയുണ്ട്? സൂപ്പറാ. സൂപ്പറാ. കുരങ്ങന്മാരും കോഴികളും ഒരുപാടുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടി ഭക്തജനങ്ങൾ ഈ വാനന കൂട്ട്, പിന്നെ മത്സ്യങ്ങൾക്ക് ഒരുപാട് നേർച്ച, അങ്ങനെ നേർച്ചകൾ ഒരുപാടുണ്ട്. ഇവർക്ക് സ്വാതന്ത്ര്യമായി അങ്ങ് നടക്കുകയാണ്. ഇവരെ ആരും ഒന്നും ശല്യം ചെയ്യില്ല. ഇവരങ്ങ് സ്വാതന്ത്ര്യമായി നടക്കുന്നു. എന്തുകൊണ്ടും പറഞ്ഞ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു പുരാതനമായ കാവ്. കുരങ്ങന്മാരെല്ലാം കൂടി എന്റെ തലയിൽ കൂടി കേറിയായിരുന്നു. പിന്നെ രക്ഷപ്പെട്ടായിരുന്നു. ഭഗവാന്റെ കാര്യം നമുക്ക് രക്ഷപ്പെട്ടു. ഇനി നമുക്ക് പോകാം. കല്ലേരി അപ്പൂപ്പനെ എല്ലാം കണ്ടു തൊഴുത് നമുക്ക് മടങ്ങാം, അല്ലേ? ഓ അതെ. അമ്പലം കണ്ടിറങ്ങിയാണ്. ഒരു നല്ല പോസിറ്റീവ് വൈബാണ്. നല്ല പോസിറ്റീവ് കാറുകളും നല്ല അന്തരീക്ഷവും നല്ല കാഴ്ചകള്, വനം. വനത്തിന്റെ ഉൾഭാഗം. അമ്പലത്തിനുള്ളിലേക്ക് കയറുമ്പോൾ മുൻവശത്തിലൂടെയാണെങ്കിൽ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കറങ്ങി വേണം വരാൻ. അതാണ് അതിന്റെ ശരിയായ രീതി. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിന് മുമ്പിലെത്തി. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം.
കണ്ടോ, ഇതാണ് കാവ്. നട അടക്കില്ലേ കോഴികളുണ്ട് അവിടെയൊക്കെ നിൽക്കും. നേർച്ച കൊടുക്കുന്നത് കൊണ്ടുവിടണത്. ഇവിടെ തന്നെ കിടക്കും കേട്ടോ. രാത്രി ഇവിടെ തന്നെ കിടക്കും, അടക്കൊന്നുമില്ല. അപ്പോ അങ്ങനെ കൊച്ചിൻ കാറുമായി വന്നു. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാൻ പറ, എല്ലായിടത്തും ചെയ്യാൻ പറ. എല്ലാത്തും ചെയ്യണം. ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാൻ പറ. ലൈക്കും കമന്റും ചെയ്യണം. ഓക്കെ, അപ്പോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.